ഇന്നലെ ഡിസംബർ 20 കേരളം ഉണരുന്നത് അരനൂറ്റാണ്ടോളം നമ്മളെ ചിരിപ്പിച്ച് കരയിപ്പിച്ച് ചിന്തിപ്പിച്ച അതുല്യ കലാകാരൻ്റെ വേദനാജനകമായ വിടവാങ്ങൽ യാത്രയിലൂടെയാണ്. മലയാളികൾ അവരെ തന്നെയായിരുന്നു ശ്രീനിവാസൻ സിനിമകളിലൂടെ കണ്ടിരുന്നത്. മലയാളികൾക്ക് അത്രത്തോളം പരിചിതനായിരുന്നു ശ്രീനിവാസൻ എന്ന കഥാകൃത്തും നടനെയും. അദ്ദേഹത്തിൻ്റെ പ്രമേയങ്ങൾ അത്രയേറെ പരിചിതമായിരുന്നു മലയാളികൾക്ക്. നാടും നാട്ടുകാരും അവർക്കിടയിലെ ചെറിയ രാഷ്ട്രീയം ഇതൊക്കെയായിരുന്നു ശ്രീനിവാസൻ സിനിമകളുടെ പതിവ്. ഒരു സാധാരണ നടനും എഴുത്തുകാരനും മാത്രമല്ലായിരുന്നു മലയാളികൾക്ക് ശ്രീനിവാസൻ. മലയാളികളെ എങ്ങനെ സിനിമ കാണണം എന്ന് പഠിപ്പിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു. അത്രത്തോളം മലയാളികളെ സ്വാധീനിക്കാൻ ശ്രീനിവാസന് കഴിഞ്ഞിട്ടുണ്ട്. ഒരു കലാകാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ അത്രത്തോളം വലുതായതുകൊണ്ടാണ് മമ്മൂക്കയും ലാലേട്ടനും തമിഴിൽ നിന്ന് സൂര്യമടക്കം അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ ചടങ്ങിന് പങ്കെടുക്കാനായിട്ട് ഇവിടെ എത്തിയത്. കലാ സാംസ്കാരിക രംഗത്ത് അദ്ദേഹത്തോടുള്ള ബഹുമാനം അത്രത്തോളം വലുതായതുകൊണ്ടാണ് ആ രംഗത്തു നിന്നുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ ചടങ്ങിനായി പങ്കെടുക്കാൻ എത്തുന്നത്. ഒരുപക്ഷെ ചടങ്ങിൽ പങ്കെടുത്തവരിൽ ഏറെയും സാധാരണക്കാരായ ജനങ്ങളായിരിക്കും. ശ്രീനിവാസൻ എന്ന മനുഷ്യന് സാധാരണക്കാരെ അത്രത്തോളം സ്വാധീനിക്കാനും അത്രത്തോളം പിന്തുണ നൽകാനും സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ചടങ്ങിൽ പങ്കെടുത്തതിൽ ഏറെയും സാധാരണക്കാരായ നാട്ടുകാരും ജനങ്ങളും ആയത്. ഏത് കാര്യത്തിനും തൻ്റെതായ നിലപാടുകൾ വ്യക്തമാക്കുന്നതിൽ യാതൊരു മടിയും ഭയവും ഇല്ലാത്തൊരു വ്യക്തി കൂടിയായിരുന്നു ശ്രീനിവാസൻ. എന്നിരുന്നാലും അത്രയേറെ മൂർച്ചയുള്ള വിമർശനങ്ങളായിട്ടുകൂടി സാധാരണ ജനങ്ങൾക്ക് അല്ലെങ്കിൽ മലയാളികൾക്ക് അദ്ദേഹത്തെ വെറുക്കാൻ സാധിക്കുമായിരുന്നില്ല. കാരണം അദ്ദേഹം ചൂണ്ടിക്കാട്ടിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങൾ സാമൂഹികവും രാഷ്ട്രീയവുമായ പ്രശ്നങ്ങളായിരുന്നു. ജനങ്ങൾക്കും സാധാരണ മനുഷ്യർക്കും അത്രത്തോളം മൂല്യമുള്ള കാര്യങ്ങളെയായിരുന്നു അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നത്. എന്തിനേറെ പറയണം, ഈ സാമൂഹിക രാഷ്ട്രീയ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടാൻ അദ്ദേഹം ഉപയോഗിച്ചത് സിനിമ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളും ഇത്തരം പ്രശ്നങ്ങളെ തന്നെയാണ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരുന്നത്. എല്ലാ സിനിമകളും അത്രയേറെ വിമർശനങ്ങൾ മൂർച്ചയേറിയതായിരുന്നു. സന്ദേശം എന്ന സിനിമയിലെ രാഷ്ട്രീയ വിമർശനങ്ങൾ എല്ലാ കാലഘട്ടത്തിലെ ആളുകളെയും ഒരുപോലെ വിമർശിക്കുന്ന ഒന്നാണ്. എത്ര തലമുറകൾ മാറി വന്നാലും അദ്ദേഹത്തിൻ്റെ സിനിമകളിലെ ഇത്തരം വിമർശനങ്ങൾ എല്ലാ കാലഘട്ടത്തിലെ ആളുകൾക്കും ഒരുപോലെ വിമർശനജനകമായ ഒന്ന് തന്നെയാണ്. സന്ദേശം ഇറങ്ങി ഇത്രയേറെ വർഷങ്ങൾ പിന്നിട്ടും ഈ കാലഘട്ടത്തിലും അത് പ്രാവർത്തികമായി നിൽക്കണമെന്നുണ്ടെങ്കിൽ അത്രയേറെ ദീർഘവീക്ഷണമുള്ള ഒരു ജീനിയസ് ആയിരുന്നു ശ്രീനിവാസൻ. ഒരു താരത്തിൻ്റെ യാതൊരു മോടിയുമില്ലാത്ത ഒരു പച്ചയായ മനുഷ്യനായിരുന്നു ശ്രീനിവാസൻ. ശ്രീനിവാസനെ അവസാനമായി കാണാനെത്തുന്ന സാധാരണക്കാരായ ജനങ്ങളിൽ നിന്ന് ഒരിറ്റു കണ്ണുനീർ വീഴാതെ ഈ വീട്ടിൽ നിന്ന് ആരും മടങ്ങുകയില്ല. കാരണം അത്രയേറെ സ്വാധീനിക്കാനായിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ സിനിമകൾക്കും കഥാപാത്രങ്ങൾക്കും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ എന്താണ് ഈ സമൂഹത്തിന് സമ്മാനിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ താൻ ചെയ്യാതെ വിട്ട ഒട്ടനവധി തിരക്കഥകളാണ് ഞാൻ ഈ സമൂഹത്തിന് സമ്മാനിക്കുന്നത് എന്ന് പറയുകയുണ്ടായി. നമുക്കെല്ലാവർക്കും ചിരിക്കാനും ചിന്തിക്കാനും ഒരു പിടി നല്ല സിനിമകൾ സമ്മാനിച്ചിട്ട് അദ്ദേഹം മടങ്ങുമ്പോൾ നമുക്ക് നഷ്ടമാകുന്നത് നമ്മുടെ വിജയനെയും നൂറിനെയും പ്രേമനെയും.